കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക, നിതിൻ രാജിന് നീതി ഉറപ്പാക്കുക എന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളും കേരളത്തിലെ പൗരസമൂഹം ഒന്നാകെയും ഏപ്രിൽ 28-ന് കേരളത്തിൽ ഹർത്താൽ നടത്തും. എല്ലാവരും ജനകീയ ഹർത്താലിനോട് സഹകരിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം സ്വദേശിയും കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയുമായിരുന്ന നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ട് ഏപ്രിൽ 28-ന് ജസ്റ്റിസ് ഫോർ നിതിൻ ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളും കേരളത്തിലെ പൗരസമൂഹം ഒന്നാകെയും ഹർത്താൽ നടത്തും. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായികൾ, വാഹന ഉടമകൾ, തൊഴിലാളികൾ, സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവരും ജനകീയ ഹർത്താലിനോട് സഹകരിച്ച് നിതിൻ രാജിന് നീതി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ജനാധിപത്യ സമരത്തിന്റെ ഭാഗമാകണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. 28-ന് സംസ്ഥാനമൊട്ടാകെ STSC ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഹർത്താൽ ജില്ലക്കകത്ത് പല മേഖലകളിലും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കോളേജിൽ നടന്ന ജാതി അധിക്ഷേപം ഡോക്ടർ റാമും അതുപോലെ തന്നെ സംഗീത നമ്പ്യാരും ചേർന്ന് അവിടെ പഠിച്ചിരുന്ന നിതിൻ രാജിനെ ജാതിയുടെ പേരിലും അതുപോലെ തന്നെ നിറത്തിന്റെ പേരിലും അതിമോക്ഷമായി അവരോട് പ്രതികരിച്ച് മാനസിക പീഡനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി മരണപ്പെട്ടത്. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യുക, രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദു ചെയ്യുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ നടത്തുന്നത്. രതീഷ് കാട്ടുമാടം, പൊന്നപ്പൻ അമ്മങ്കോട്, ശ്രീനിവാസൻ ചീമേനി, അനീഷ് പയ്യന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.